പത്തനംതിട്ട അടൂർ കീരുകുഴിയിൽ പാറക്കുളത്തിൽ കുടുങ്ങി നായ. ശനിയാഴ്ചയാണ് 30 അടിയിൽ കൂടുതൽ ആഴമുള്ള പാറക്കുളത്തിൽ നായ കുടുങ്ങിയത്. AV ജയശങ്കർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഈ നായയെ രക്ഷിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് അടൂർ തട്ട കീഴുകുഴി എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പാറക്കുളത്തിലാണ് നായ കുടുങ്ങിയിരിക്കുന്നത്. ഈ പാറക്കുളത്തിന്റെ സൈഡിലാണ് നായ കുടുങ്ങിയിരിക്കുന്നത്. ശനിയാഴ്ചയോടെ തന്നെ ഈ നായ ഈ പാറക്കുളത്തിലേക്ക് വീണു. നായയുടെ ശബ്ദവും മറ്റും കേട്ടിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ കുറുക്കനായിരിക്കുമെന്നാണ് വിചാരിച്ച് ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇതൊരു നായയാണെന്ന് ഇവർക്ക് മനസ്സിലായത്. നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാം, നിറയെ വെള്ളമുള്ളൊരു പ്രദേശമാണ്. ഈ നായക്ക് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ല. എങ്ങനെ ഈ നായ ഈ പാറക്കുളത്തിന് സൈഡിലേക്ക് വീണു എന്ന കാര്യവും ഇതൊരു വ്യക്തമല്ല. എന്തായാലും അത് കുറേ നേരമായി. നമ്മളൊക്കെ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഈ നായ നിരന്തരം കുരയ്ക്കുകയായിരുന്നു. നമ്മളെല്ലാം കാണുന്ന സമയത്ത് നിരന്തരം രക്ഷിക്കുമെന്നായിരിക്കാം ഒരുപക്ഷെ അത് പറയുന്നുണ്ടാവും. ആ രീതിയിൽ കുരയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പം നിലവിൽ ഇവിടെ ചെറിയ ഇതൊക്കെ ഇട്ട് നായയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെ വന്നില്ലേ എന്നുള്ള ചോദ്യമെല്ലാം ഉണ്ട്. എന്തായാലും നാട്ടുകാരായ ചില ആളുകളൊക്കെ നമ്മോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ചില ആളുകൾ ഇവിടെ കൂടുന്നുണ്ട്. ഈ വാഴപ്പിണ്ടി ഇട്ട് വെള്ളത്തിലിറങ്ങി നായയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നാട്ടുകാർ നടത്തുന്നത്. കാരണം ശനിയാഴ്ച കുടുങ്ങിയ ഒരു നായയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന് ഭക്ഷണമൊന്നും ലഭിച്ചു കാണില്ല. അന്നത്തേക്ക് 3 ദിവസം ആകുന്നു. അതും ഒരു ജീവനാണ്. നമ്മൾ ഈ മനുഷ്യജീവന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു അതുപോലെ നൽകേണ്ട ഒന്നാണ് ഇത്തരം മൃഗങ്ങളും. എങ്ങനെ ആ നായ അവിടെ വന്നു എന്നറിയില്ല. എന്തായാലും നായയെ രക്ഷിക്കാൻ നാട്ടുകാർ അവരുടെ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. വളർത്തുനായയാണോ? ശനിയാഴ്ച തന്നെയാണോ കുടുങ്ങിയത് നായ? 3 ദിവസമാവുന്നു കുടുങ്ങിയിട്ട് ഇവിടെ. നിങ്ങൾ ഇതൊന്നും കണ്ടിരുന്നില്ലേ? ഞങ്ങള് കുറുക്കനാന്ന് വെച്ചിട്ടാണ് ഫസ്റ്റ് മൈദാക്കായിരുന്നത്. പിന്നെ ഇന്നലെ ആരാണ്ടാണ് പട്ടിയാന്നുള്ള അറിഞ്ഞത്. ഇന്നലെയാണ് അത്രയും പോലും കാണത്തില്ലായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ ഫയർഫോഴ്സിനെ അറിയിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവര് വരുമൊന്നും ചെയ്തു. ഫയർഫോഴ്സ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല? ഇല്ല, നോക്കിയിട്ടില്ല. ഇന്നലെ ഞങ്ങൾ ഇന്നലെയാണ് സംഭവം ഇവിടെ അറിയണത്. പട്ടിയാണെന്നുള്ള കാര്യം ഇന്നലെയാണ് നമ്മൾ ഇവിടെ അറിയുന്നത്. അടൂർ ഫയർഫോഴ്സ് ആണോ? അടൂരാണോ കറക്റ്റ് എനിക്കറിയില്ല. അവര് വിളിച്ചത് അടൂരക്കാരെന്നെ വിളിച്ചത്. അപ്പൊ അവർക്ക് ഇത് ഏക്കൂല്ല എന്നാണ് അവർ പറഞ്ഞത്. ആരുടെങ്കിലും വളർത്തുനായ അങ്ങനെ തോന്നുന്നു? വളർത്തുനായ നല്ലൊരു പട്ടിയാണ്. കാരണം ഇത് വളർത്തുനായാണെന്ന് തോന്നുന്നു. നല്ലൊരു ഭംഗിയുള്ള ഒരു പട്ടിയാണ്. അതായത് ഈ നാട്ടുകാരെല്ലാം പറയുന്നത് ഇവർ ഫയർഫോഴ്സിനെ ഈ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് ഒന്നും ഇങ്ങോട്ട് എത്തിയില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ നാട്ടുകാർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, വളർത്തുനായാണെന്ന് തോന്നുന്നു. ആ രീതിയിൽ കുറച്ച് വൃത്തിയൊക്കെയുള്ള നായയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ച കുടുങ്ങിയൊരു നായയാണ്. 3 ദിവസത്തോളം ആകുന്നു ഈ നായ ഈ പാറക്കുളത്തിന് നടുവിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്. അതും ഒരു ജീവനാണ്. അതിനും തീർച്ചയായും രക്ഷിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നായ ആ സ്ഥലത്ത് കുടുങ്ങിയത്. ഫയർഫോഴ്സിനെ അറിയിച്ചുവെങ്കിലും അവർ എത്തിയില്ല എന്നുള്ള പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.